നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എത്രയോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട്. എന്നാൽ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ചെയ്യുമ്പോഴും അതെന്താണ് ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഫലം എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തെ നമുക്ക് നിയന്ത്രിച്ച് പാളത്തിൽ കൂടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണെന്ന് ലോകത്തെ എല്ലാ മനഃശാസ്ത്രജ്ഞനും സമ്മതിക്കും. വൈകാരികമായ വിക്ഷുബ്ധത, അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങൾ, അത് കർമ്മത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചിന്താകുഴപ്പത്തിലാക്കുന്ന വിഷയമാണിത്. ഇവിടെ ഗീത നമുക്ക് എന്താണ് പരിഹാരം തരുന്നത്, ഭഗവാൻ നമ്മോട് എന്താണ് ആവശ്യപ്പെടുന്നത്, എന്തിനെക്കുറിച്ച് ചിന്തിക്കണം, എന്നാൽ തെറ്റായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് എന്തെല്ലാം കുഴപ്പമുണ്ടാകുന്നു എന്ന് വ്യക്തമായി ഈശ്വരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചർച്ച നമുക്കതിനെക്കുറിച്ചാവട്ടെ. ഈ ചർച്ചയിലും നമ്മെ നയിക്കാൻ നമ്മോട് കൂടെയുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബഹൻ. ബഹൻജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ഗീതയിലെ ഏറ്റവും ശക്തമായ ശ്ലോകങ്ങളിലൊന്നാണ് നാം കേട്ടത്. ഇവിടെ പല വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനെക്കുറിച്ച് ഈശ്വരൻ പറയുന്നു. എന്തൊക്കെയാണ് ഈ പല വിഷയങ്ങൾ? ഈ വിഷയങ്ങൾ ധ്യാനിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആദ്യം നമ്മൾ ധ്യാനത്തെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ധാരമുറിയാതെ നിരന്തരം എന്തിനെങ്കിലും ഓർമ്മിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ജലധാര പോലും അല്ല, അതിലൊരു ഗ്യാപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എണ്ണയുടെ ധാര ഇങ്ങനെ നൂല് പോലെ വരുമല്ലോ. അതുപോലെ നിരന്തരം വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ ഒക്കെയുള്ള ധ്യാനമാണ്, ഓർമ്മയാണ് ധ്യാനം. ധ്യാനം 4 തരത്തിലുള്ളതാകാം. വിഷയധ്യാനം എന്ന് പറയുമ്പോൾ 4 എണ്ണമാണ്. ഒന്ന് വസ്തുവിനോടുള്ള ധ്യാനം, വസ്തുവിനെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഓർമ്മ. അടുത്ത് വ്യക്തി. മൂന്നാമത്തേത് ആചാര്യന്മാർ, ഗുരുജനങ്ങൾ, ദേവന്മാർ, അത്. 4മത്തേത് പരമാത്മധ്യാനം. ഇവിടെ 4 തരം നമ്മളുടെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ധ്യാനം എന്നത് എപ്പോഴും നമ്മൾ വിചാരിച്ചത്, ഞാൻ കരുതിയിരുന്നത് ഈശ്വരനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ആരെ ഓർമ്മിക്കുമ്പോഴും അത് ധ്യാനമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ മനസ്സ് അതിൽ ആകർഷിക്കപ്പെട്ടിട്ട് നിരന്തരം തുടർന്ന് ഓർമ്മിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പം വസ്തുധ്യാനം, വസ്തു ജഡമായതുകൊണ്ട് അതിന് നിരന്തരം അതിനെ ഓർത്തുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ അത് കിട്ടുമായിരിക്കാം. പക്ഷെ അതിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പം നമ്മളും മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മാറും. ജീവിതം വെറും മെക്കാനിസമായിട്ട് മാറും വസ്തുവിൻ്റെ പിറകെ ഓടിയാൽ. മാത്രമല്ല, വസ്തു സ്ഥിരമല്ലല്ലോ. അതുകൊണ്ട് അത് കിട്ടിയാൽ ചിലപ്പോൾ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ ജഡവസ്തു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മളുള്ളൊരു ജഡത്വം വരും. പിന്നെ വസ്തുവിനെ ധ്യാനിക്കുമ്പം അത് ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് എനിക്ക് സുഖം തരുന്നതായിരിക്കാം, നാളെ അത് കാണുമ്പോൾ തന്നെ ദുഃഖമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എപ്പോഴും സദാ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. പിന്നെ ഈശ്വരനെ അല്ലാണ്ട് വേറെ എന്തിനെ ധ്യാനിച്ചാൽ നമ്മുടെ ഊർജ്ജം നഷ്ടമാകും. വേറെ എന്തിനും നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴും, എങ്ങനെ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നു, അവിടെ ഫോൺ ചെയ്യാണ്, അവിടെ ലെറ്റർ എഴുതാണ്, അപ്പോൾ നമുക്ക് സമ്പാദ്യമാണ്. വീട്ടിൽ വന്നിട്ട് ഫോൺ ചെയ്യുമ്പോൾ ചിലവാണ്, അല്ലേ? അതേപോലെ ഈശ്വരനെ ഒഴികെ ബാക്കി എന്തിനെ ഓർമ്മിച്ചാലും ഊർജ്ജ നഷ്ടമാണ്. ഭഗവാൻ ഓർമ്മിക്കുമ്പോഴാണ് ഊർജ്ജം ലഭിക്കുന്നത്. അടുത്തത് വ്യക്തികളോടുള്ള ധ്യാനം. ചില വ്യക്തികളോട് നമുക്ക് ആരാധനയോ ധ്യാനമോ ഒക്കെ തോന്നാറുണ്ട്. ബെജിയുടെ വസ്തുക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. അതായത് പല സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ഗാഡ്ജറ്റ് ഇൻഫെസ്റ്റഡ് വേൾഡ് എന്നാണ് പറയുന്നത്. സാധനങ്ങൾ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ലോകമാണ്. അപ്പോൾ അതിൽ സാധനങ്ങൾ വേണം. ഇതുവരെ പഴയ ടി വി ആയിരുന്നു, ഇനി നല്ല ടി വി വേണം. ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ വന്ന് അത് വാങ്ങിക്കഴിഞ്ഞ് 2 വർഷത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പുതിയത് വന്ന് ഇത് പഴയതായി ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് വസ്തുക്കൾ വേണം, വസ്തുക്കൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ ധ്യാനിക്കാതെ അത് നമുക്ക് ഉപയോഗിക്കാനും സാധനങ്ങൾ വേണമല്ലോ. അതെ, അപ്പം യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യരുത്. നമ്മളെല്ലാം ജസ്റ്റ് യൂസേഴ്സാണ്, ഓണേഴ്സ് അല്ല. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന സാധനം, ഇന്ന് ഞാനൊരു വീട്ടിലുണ്ട്, നാളെ ആ വീട് വേറൊരാൾ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ വേറൊരാൾക്ക് സ്വന്തമാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓണർ എന്നുള്ള ഭാവം മാറ്റിയിട്ട് ഐ എം ജസ്റ്റ് യൂസിങ് ഇറ്റ്, യൂസേഴ്സാണ് എന്ന ഭാഗത്തോട് ഉപയോഗിക്കാം. അപ്പോൾ വസ്തുക്കളെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട, സിസ്റ്റർ പറഞ്ഞ പോലെ ജഡത്വം വരില്ല, അതിന് ഒഴിവാകും. അതെ, നമുക്കൊരു നിസ്സംഗതയുണ്ട്. ധ്യാനമായിട്ട് മാറില്ല, അത് ആവശ്യമാണ്.
ബാക്കി അഡിക്റ്റ് അല്ല. അഡിക്റ്റ് ആവുന്നത് വേറെയാണ് അല്ലേ. ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് വേറെ, അഡിക്റ്റായിട്ട് ഉപയോഗിക്കുന്നത് വേറെ. ധാരാളം പേര് പറയുന്നുണ്ടല്ലോ, മൊബൈൽ ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, ലാപ്ടോപ്പ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഒഴിവാവേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഈ സാധനങ്ങൾ എല്ലാവരെയും വളരെയധികം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് ഇപ്പോൾ ഞാനൊക്കെ ലാപ്ടോപ്പെല്ലാം ഉപയോഗിക്കുന്നത് വളരെ മുതിർന്നതിന് ശേഷമാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ സാധാരണമാണിതെല്ലാം. അവർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നറിയാം, അതെങ്ങനെ ലോഡ് ചെയ്യണം, അതിൽ സോഫ്റ്റ് ഇതെല്ലാം അറിയാം. പക്ഷെ മനസ്സ് അതിലേക്ക് വീണ്ടും വീണ്ടും ജഡത്വമായി ഭവിക്കും. പിന്നെ ഒരു മെക്കാനിസമായിട്ട് മാറും ജീവിതം. റിലേഷൻഷിപ്പിന് പ്രാധാന്യം ഇല്ലാണ്ടാവും. പിന്നെ വസ്തുവിനായിരിക്കും പ്രാധാന്യം. ആൾക്കാരെ തൃപ്തിപ്പെടുത്തുന്ന, നമുക്ക് ഇഷ്ടമുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധനം വാങ്ങിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കുക. മുതിർന്നവരെ, നമ്മുടെ അച്ഛനും അമ്മയും സാധനം വാങ്ങിച്ചു കൊടുത്ത് കാശ് കൊടുത്തു സന്തോഷിപ്പിക്കുക. അവരുടെ കൂടെ കുറച്ച് ഇരിക്കുക, അവരെ കരുതലെടുക്കുക, അവരെ കെയർ എടുക്കുക. അതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല ജീവിതത്തിൽ. മക്കൾക്കും തന്നെ എന്തെങ്കിലും വേണ്ട സാധനം വാങ്ങിച്ചു കൊടുത്തു, അവരോട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനോ അവരുടെ ഹൃദയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള പ്രാധാന്യം മനസ്സിലാവില്ല. വസ്തുവിനെ ധ്യാനിക്കുന്നവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേറെ വിഷയം. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു, എനിക്കൊരു സാധനം ഇല്ല, അപ്പം ഞാൻ ഇല്ലാത്തതിനെക്കുറിച്ചും എനിക്കിത് വേണം, എനിക്കിത് വേണം, ഇനി കിട്ടിയാലും അതിൻ്റെ ഉപയോഗം, അതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ, അപ്പോഴും അതിനെക്കുറിച്ച് രണ്ട് തരത്തിലും ആവാമെന്ന് തോന്നുന്നു അല്ലേ. അതുകൊണ്ട് വേണ്ടപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു, ആവശ്യമുണ്ട് ഉപയോഗിക്കുന്നു. ആവശ്യം കഴിഞ്ഞാൽ ഈ 24 മണിക്കൂർ നമ്മുടെ തലയിൽ അത് കയറിയിരിക്കാൻ പാടില്ല, അതിനെ ധ്യാനിക്കാൻ പാടില്ല. അത് അങ്ങനെയാണ്. യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാനും പാടില്ല. പിന്നെ അടുത്തത് വ്യക്തികളോടുള്ള ധ്യാനം. വ്യക്തിയെ ധ്യാനിക്കുമ്പോഴും നമുക്ക് അവിടം വരെ എത്താൻ പറ്റുള്ളൂ. ഏത് വ്യക്തിയെ ധ്യാനിക്കുന്നു അവിടം വരെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ സുഖദുഃഖങ്ങൾ നമ്മുടെയും കൂടെ സുഖദുഃഖമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അവർ കരയുമ്പം നമ്മളും കരഞ്ഞാൽ നമുക്കെങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും? അവർ കരയുമ്പം നമ്മൾ കരയാണ്ടിരിക്കുക വേണ്ടത്. അപ്പോഴേ നമ്മുടെ കാഴ്ചപ്പാട് റൈറ്റ് ആണെങ്കിലല്ലേ കരയാതിരിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കരയണവരുടെ കൂടെ ഇരുന്ന് കരയുന്നത് സത്യമായിട്ടുള്ള സ്നേഹമല്ല. പക്ഷേ ധ്യാനമായിട്ട് മാറിക്കഴിഞ്ഞാൽ, വ്യക്തി ധ്യാനമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവരുടെ ദുഃഖം ഇവരെയും അത്രത്തോളം സ്വാധീനിക്കും. ഇവർക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ പ്രശ്നത്തെക്കാൾ ഇവരുടെ ദുഃഖം വലിയ പ്രശ്നമായിട്ട് മാറും. അവർക്ക് ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, പിന്നെ ഇവരുടെ ദുഃഖം അതായിരിക്കും ഏറ്റവും വലിയ ദുഃഖമായിട്ട് മാറും. എന്നുവെച്ചാൽ അത്ര പ്രിയം, അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ചില സിനിമാ നടന്മാരെയൊക്കെ ആൾക്കാർ അന്ധമായിട്ട് അനുകരിക്കുന്നത് കാണില്ലേ. ആ ധ്യാനം കാരണമാണ് അങ്ങനെ അനുകരിക്കുന്നത്. ഒരു സിനിമയിലൊരു സിനിമാ നടൻ കോളേജ് വിദ്യാർത്ഥിയാണ്, മദ്യപിച്ചിട്ടാണ് ഡെയിലി ക്ലാസ്സിലേക്ക് പോകുക. ആ സിനിമാ നടൻ ഏതൊരു പ്രോഗ്രാമിന് വന്നപ്പം ആ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, സാറേ ഞാനും സാറിനെ പോലെയാണ്, ഞാനും ഇങ്ങനെ മദ്യപിച്ചിട്ടാണ് ക്ലാസ്സിൽ പോവാറ്. അദ്ദേഹം പറഞ്ഞു, അയ്യോ എന്നെ അങ്ങനെ ഒന്നും അന്ധമായിട്ട് അനുകരിക്കരുത്, ഞാൻ സിനിമയിൽ കാശിന് വേണ്ടി അഭിനയിച്ച ആ റോള് ബാക്കി സത്യമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങനെയൊന്നും കാണിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയൊരു അപകടം പിടിച്ച ധ്യാനം തന്നെയാണല്ലേ. കാരണം ഈ അനുകരിക്കുന്നവർക്കും അറിയാം അത് കാണിക്കുന്നത് വെറുതെ ആണ്, അല്ലെങ്കിൽ അതല്ല ഇവരുടെ സ്വഭാവം. എന്നിട്ടും ഈ ഒരു ഭയങ്കരമായ അനുകരണം, അവരെ പോലത്തെ വേഷം, അവരെ പോലത്തെ നടത്തം, അവരെ പോലത്തെ ഡയലോഗ്, എല്ലാ അതിന് എത്ര ശ്രദ്ധയും അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് അവർ വേറൊരു വ്യക്തിയാകാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ കടമകൾ, അവരുടെ റോൾ അവർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഏതൊരു സിനിമാ നടൻ സിനിമയിൽ സിഗരറ്റ് ഒരു ഫാഷനിൽ പൊക്കത്തേക്ക് എറിഞ്ഞിട്ട് വായുകൊണ്ട് പിടിച്ചിട്ട് വലിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ട് പലരും അങ്ങനെ കോപ്പി ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അപകടമാണ് അല്ലേ. നമുക്ക് നമ്മൾ ആരാണെന്നും നമ്മൾ എവിടെ നിൽക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും ഉള്ള സ്മൃതി ഇല്ലാണ്ട് ആരാധനയായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ധ്യാനമായിട്ട് അതിനെ മാറാൻ അനുവദിക്കരുത്. എല്ലാവരെയും ബഹുമാനിക്കാം, അവരുടെ വിശേഷതകളെ നമുക്ക് ആസ്വദിക്കാം, കാണാം, ആരാധനയാവാൻ അനുവദിക്കരുത്. അതേപോലെ അടുത്ത മൂന്നാമത്തേതാണ്, ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു വ്യക്തികളോട് ചിലപ്പോൾ ഒരു കൂടുതൽ വരുമ്പോൾ ഇല്ല, രണ്ട് തരം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളെ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും, എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെയും ചിലപ്പോൾ ഞാൻ വളരെയധികം ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും, ഇതിലേതാണ് കൂടുതൽ അപകടം, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അതെ, നമുക്ക് തോന്നും ഇഷ്ടം ഇല്ലാത്ത ആളെ ധ്യാനിക്കുന്നതാണ് കൂടുതൽ അപകടം എന്ന്. പക്ഷേ നമ്മൾ എഴുതാനിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുകയാണ്, നമ്മുടെ മനസ്സിനതിൽ ഏകാഗ്രമാക്കേണ്ടപ്പം എന്തിനോടാണോ നമ്മുടെ ധ്യാനം അത് കയറി വരും. അപ്പോൾ ഇഷ്ടമില്ലാത്ത വ്യക്തിയുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ, പക്ഷേ കൂടുതലുള്ളവരുടെ ഓർമ്മ എപ്പോഴും വരും. 24 മണിക്കൂർ അവർ തലയുടെ മുകളിൽ കയറിയിരിക്കും. നമുക്ക് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ഏകാഗ്രമാക്കാനേ പറ്റില്ല. പഠിക്കാൻ പുസ്തകം തുറന്നാൽ അവരുടെ ചിത്രമായിരിക്കും ബുക്കിലുണ്ടാവുക. അതുകൊണ്ട് എഴുത്തുകളിൽ അക്ഷരങ്ങൾ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇഷ്ടം കൂടുതലുള്ളവരാണ് ഏറ്റവും അപകടം. സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ഇഷ്ടം കുറവുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ളവർ, വെറുപ്പുള്ളവരാണ് കൂടുതൽ അപകടം എന്ന്. അതിനേക്കാൾ അപകടമാണിത്.
ദേഷ്യമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട രാവണനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാമനെ ദേഷ്യത്തോടു കൂടിയാണെങ്കിലും ഓർമ്മിച്ച് സ്വർഗം പൂകി എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ രണ്ടു കൂട്ടരും അപകടകാരികളാണ്. മൂന്നാമത്തെ ധ്യാനം ആചാര്യന്മാരോടും ഗുരുജനങ്ങളോടും ദേവന്മാരോടൊക്കെയുള്ള ആരാധനയാണ്, ധ്യാനമാണ്. ആചാര്യന്മാരെയും ഗുരുജനങ്ങളെയും നമുക്ക് ബഹുമാനിക്കാം, സ്നേഹിക്കാം. ആചരിക്കപ്പെടേണ്ടവരാണ് അവരെന്ത് ചെയ്തോ അത് നമ്മൾ ആചരിക്കണം, അതുപോലെ ആയിത്തീരണം. ഫോളോവേഴ്സ് എന്നാണ് പറയുക എല്ലാവരും അവർ. അപ്പോൾ നമ്മളവരെ ഫോളോ ചെയ്യണം. അല്ലാണ്ട് വെറുതെ അവരുടെ പ്രശംസ ഞങ്ങളുടെ ഗുരു അങ്ങനെയാണ്, ഞങ്ങളുടെ ഈശ്വരൻ ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ പ്രശംസിച്ചാൽ പോരാ, ആയിത്തീരണം. ആ പറയുന്ന വാക്കിൽ തന്നെ അത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഫോളോവേഴ്സ് എന്ന് പറയുന്നെങ്കിലും ഫോളോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നെങ്കിൽ ആ ഗുരുക്കന്മാരുടെ ജീവിതചര്യ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്നു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് അയ്യപ്പസ്വാമിയുടെ ശബരിമല ക്ഷേത്രം. അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും അയ്യപ്പനെ പോലെ ആവണം, അതാണ് തത്വമസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പരസ്പരം അയ്യപ്പ എന്നാണ് സംബോധന ചെയ്യുന്നത്. പക്ഷെ അയ്യപ്പൻ്റെ ആ ശീലങ്ങൾ, ആ ഗുണങ്ങൾ, ആ മഹാനത അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിക്കാറേ ഇല്ല. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു ഈ കുറച്ച് കാലം അല്ലെ അതിനെ ഒരു ക്യാപ്സൂളാക്കി അതിനെ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് ചുരുക്കിയിട്ട് പൂർവമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ജീവിക്കുന്നത് കഷ്ടമാണ്, അതുകൊണ്ട് 40 ദിവസം അങ്ങനെ ചെയ്യാം, അല്ല അങ്ങനെ ഒരു മോഡ്യൂളാക്കുന്ന ഒരു ശീലം നമുക്ക് ഒരുപാട് നമ്മൾ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും പറയാറുണ്ട് മാതൃഋണം. അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ ഋണാണ്, വാങ്ങിയാൽ ഋണാണ്. പെറ്റ കടം എന്ന് പറയില്ലേ, 10 മാസം ചുമന്ന കടം എന്നൊക്കെ പറയും. സോ കടമയാണ് അതൊക്കെ. കടമയല്ല, കടമ എന്ന് വെച്ചാൽ തന്നെ കടം വാങ്ങിയതാണ്. അതുകൊണ്ട് മകൻ അമ്മയോടും കടമയുണ്ട്, അമ്മയ്ക്ക് മകനോടും കടമയുണ്ട് എന്ന് പറയുന്നത് ഋണമാണ്. പിതൃഋണം എന്നാ പറയുക. അച്ഛനടുത്ത് എന്തെങ്കിലും വാങ്ങിയാലും കൊടുത്താലും ഋണമാണ്. ആചാര്യ ഋണം, അതുകൊണ്ടാണ് ആചാര്യൻ ദക്ഷിണ വാങ്ങുന്നത്. എല്ലാം കളഞ്ഞിറങ്ങിയ സന്യാസി എന്തിനാണ് ദക്ഷിണ വാങ്ങുന്നത്? അല്ലെങ്കിൽ ഋണ, അദ്ദേഹം ചെയ്ത ഉപകാരത്തിന് പിന്നെ തിരിച്ച് വാങ്ങാനായിട്ട് അദ്ദേഹത്തിന് വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ഋണം, അതുകൊണ്ട് അദ്ദേഹം ദക്ഷിണ വാങ്ങുന്നത്. അല്ല ദേവഋണം എന്ന് പറയും. എന്തിനാ അമ്പലത്തിൽ വഴിപാടൊക്കെ നടത്തുന്നത്? നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഋണം വീടാനായിട്ടാണ്, കടം വീടാനായിട്ടാണ് വഴിപാടൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ബാക്കി ആരുടെ നിന്ന് എന്ത് വാങ്ങിയാലും കൊടുത്താൽ ഋണാണ്. ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെ നമ്മുടെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മോളുടെ ഒരു അമ്മയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ആ അമ്മയുടെ സഹോദരൻ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു 50,000 രൂപയും ഒരു 10 പവൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്ത് സഹായിച്ചു. ഇനി ആ സഹോദരൻ്റെ മോളുടെ കല്യാണം വരുമ്പം ഇവരും തിരിച്ചു കൊടുക്കണം. പലിശയില്ലാത്ത കടം എന്നല്ലാണ്ട് ഫ്രീ ആയിട്ട് ആർക്കും തരാൻ സാധിക്കില്ല. അപ്പോൾ ആരുടെ നിന്ന് എന്ത് വാങ്ങിയാലും കൊടുത്താലും അവരൊക്കെ ക്രിയേഷനാണ്. ദേവന്മാർ സഹിതം എല്ലാവരും ആ ഒരു പരമാത്മാവിൻ്റെ രചനയാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് ആരുടെ നിന്ന് വാങ്ങിയാലും കൊടുത്താലും കടമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ അവകാശം അച്ഛൻ്റെ അടുത്തു നിന്നാണ്. അച്ഛൻ തരുന്ന സ്വത്ത് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, അച്ഛനും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അവകാശം ആരും തന്നില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ കേസ് കൊടുത്തിട്ട് വാങ്ങുകയും ചെയ്യാം. അതുപോലെ ദൈവത്തിൽ നിന്ന് കിട്ടുക എന്നുള്ളത്, ഈശ്വരനിൽ നിന്നുള്ള പ്രാപ്തി നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് പിന്നെ ഈശ്വരനെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിശാലിത്തരം. ഒരാൾക്ക് കുറച്ച് പൈസ വളരെ അത്യാവശ്യമായിരുന്നു, അയാൾ എങ്ങനെയൊക്കെ വല്ല വിധമൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ അത്യാവശ്യമായതുകൊണ്ട് ഒരു സ്ഥലത്ത് കടം വാങ്ങി. കുറച്ച് 5-6 മാസമായി കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇവിടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടിച്ചാണ്. പിന്നെ കടം എങ്ങനെ വീട്ടും? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കടം കൊടുത്ത ആൾ 5-6 മാസം നോക്കി, പിന്നെ തരുന്നില്ല എന്നുള്ളപ്പം ഉപദ്രവിക്കാൻ തുടങ്ങി. ശല്യം താങ്ങാൻ പറ്റാണ്ടായപ്പം വേറെ ആളുടെ അടുത്തുനിന്ന് ഈ പലിശയും മുതലും കൂടെ ചേർന്ന് കൂടുതൽ പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് ഈ കടം വീട്ടി. ചെറുതേ കൊടുക്കാൻ പറ്റില്ല, അതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അയാൾ 4-5 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ശല്യം അത് താങ്ങാൻ പറ്റാണ്ടായപ്പം വേറൊരാളുടെ അടുത്ത് നിന്ന് അതിനേക്കാൾ വലിയ തുക അതിനേക്കാൾ കൂടുതൽ പലിശയ്ക്ക് വാങ്ങിയിട്ട് ആ കടം വീട്ടി. ഇയാൾക്ക് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമ്പാദിക്കണം. അതേപോലെ ജന്മജന്മാന്തരം നമ്മൾ അച്ഛനമ്മടുത്ത് കടം വാങ്ങി, അവർ ഈ ജന്മം കടം വീട്ടി, നമ്മൾ അവർക്ക് കടം വീട്ടി, ഇങ്ങനെ കടം വാങ്ങലും കൊടുക്കലും. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ബന്ധങ്ങൾ തമ്മിൽ ഇത്ര ടെൻഷൻ നിറഞ്ഞ റിലേഷൻഷിപ്പ് വരാൻ കാരണം. കടം കൊടുത്തവരും കടം വാങ്ങിയവരും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സമ്പാദിക്കാൻ ചേർന്നത് ഈശ്വരനെ ഓർമ്മിക്കണം. അതുകൊണ്ട് ധാരം മുറിയാതെ നമ്മുടെ മനസ്സ് നിരന്തരം ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. ഓരോ ശ്വാസത്തിലും ഭഗവാനെ ഓർമ്മിക്കണം എന്നാണ് പറയുന്നത്. ആ ധ്യാനത്തിലൂടെ ഈശ്വരൻ എന്നും അവൈലബിളുമാണ്. ബാക്കിയുള്ള വ്യക്തികളെ എപ്പോഴും എത്ര നല്ല സാത്വികരായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് അതുപോലെ ശിഷ്യന്മാരും ഒക്കെ കാണാം, എപ്പോഴൊന്നും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ പരമാത്മ എല്ലാത്തിൻ്റെയും സാഗരമാണ്, ഭയങ്കര വലിയ റിസോഴ്സസാണ്. ഈ ലോകത്തിലെ എല്ലാവരും എടുത്താലും അവിടെ കുറയില്ല, പിന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ധ്യാനം ആ പരമാത്മാവുമായിട്ടായിരിക്കണം. ബെഞ്ചി, ധ്യാനത്തിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലുള്ള ധ്യാനം
അപ്പോൾ അതിൽ തന്നെ പരമാത്മധ്യാനം ഏറ്റവും ആത്മാവിന് ഊർജം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ മറ്റു വിഷയങ്ങളെ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടെണ്ണം, വ്യക്തികളും വസ്തുക്കളും വൈഭവങ്ങളും, അതാണല്ലോ ഈശ്വരൻ ഒരു വാണിംഗ് എന്ന പോലെ തരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ധ്യാനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യക്തിയുടെ നാശത്തെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഈശ്വരൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഗീതയിലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ശ്ലോകവുമാണ്. അവിടെ അതിൻ്റെ ആ പ്രക്രിയയെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഗീത പറയുന്നുണ്ട്, വിഷയങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പം, എപ്പോഴും വിഷയങ്ങളെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പം അതിനോട് ആസക്തി ഉണ്ടാവും. പറയും ദോസ് ഹു ആർ ഇൻ സൈറ്റ് ആർ ഇൻ ഹാർട്ട് എന്ന് പറയും. പിന്നെ നമ്മൾ അതിനോട് തന്നെ എപ്പോഴും ധ്യാനം നമ്മുടെ ആ വിഷയങ്ങളോടും വസ്തുക്കളോടും ഇതിനോടൊക്കെ ആകുമ്പം അത് ആഗ്രഹമായിട്ട് മാറും. ആഗ്രഹം നടന്നാലും ദേഷ്യം വരാം, നടന്നില്ലെങ്കിലും ദേഷ്യം വരാം. നടന്നാൽ എങ്ങനെ ദേഷ്യം വരും വെച്ചാൽ, ഒരിക്കൽ ഒരാൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു കാറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. കാറ് വാങ്ങി ആദ്യത്തെ ദിവസമാണ് കാറ് വാങ്ങി വീട്ടിൽ ഷെഡിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിൽ എന്തോ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുകുട്ടി, ഇളയ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു കല്ലെടുത്തിട്ട് കാറിൽ അവൻ്റെ പേര് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചു. അച്ഛൻ വന്ന് നോക്കിയപ്പോൾ അത് കണ്ടപ്പം ദേഷ്യം വന്നിട്ട് കല്ലുകൊണ്ട് അവൻ്റെ കൈ ചതച്ചു. കുട്ടി അങ്ങ് ബോധമില്ലാണ്ടായി. അപ്പോഴാണ് അച്ഛന് ബോധം വന്നത്. അച്ഛൻ വേഗം കൊച്ചിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുട്ടിയുടെ കൈ ഇനി മുറിച്ച് മാറ്റേണ്ടി വന്നു, വിരൽ ശരിയാവില്ല. കുട്ടിക്ക് ഓർമ്മ വന്നപ്പോൾ കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഞാൻ അങ്ങനെ വരച്ചതിന് സോറി, പക്ഷെ അച്ഛൻ എൻ്റെ വിരൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവസാനം അദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ നടന്നൊരു സംഭവമാണ്. എന്ന് പറഞ്ഞ പോലെ ആഗ്രഹം നടന്നിട്ടും ദേഷ്യം വന്നു. നടന്നില്ലെങ്കിലത്തെ കാര്യം പിന്നെ പറയണ്ടോ അല്ലേ? എപ്പോഴും ദേഷ്യം വരുന്നത് അധികവും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. വീടുകളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ ഉദ്ദേശിച്ച പോലെ അവർ ചെയ്യണം. അച്ഛനമ്മമാർ പലപ്പോഴും കുട്ടികളോടും പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട്, ഇനി ചിലപ്പോൾ വൈഫ് ഹസ്ബൻഡിനോടോ, അമ്മായി അമ്മമാരും. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെ നടക്കണം എന്നുള്ള എത്രത്തോളം നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും? അതെ. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കണം. ഓരോ വ്യക്തി ഓരോ ഇൻഡിവിജ്വൽ ആണല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ഇച്ഛകളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ വാതിൽ ഡബിൾ ലോക്ക് ഇട്ട് പൂട്ടിയിട്ട് അകത്ത് കയറാൻ ശ്രമിക്കുന്ന പോലെയാണ് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും കാര്യം പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈ രസങ്ങളൊക്കെ ഇഷ്ടമാണെന്നാണ് ഗീത പറയുന്നത്. അത് ഇഷ്ടമാണ്, ശരിയാണ്. പക്ഷേ എന്തെങ്കിലും ഈ രസങ്ങൾ അമിതമായിട്ട് വന്നാൽ, ശക്തമായിട്ട് വന്ന ഇന്ദ്രിയങ്ങൾ അതിനോട് പ്രതികരിക്കും. ഇപ്പം പ്രകാശം കാണാനാണല്ലോ കണ്ണ്. പക്ഷെ സൂര്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് ഇത് നമുക്ക് നേരെ നോക്കാൻ സാധിക്കില്ല, കണ്ണിങ്ങനെയാവും. നമ്മുടെ തീക്ഷ്ണമായ പ്രകാശം. അതെ, ആരും ടോർച്ച് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാലും തീവ്രമായിട്ടുള്ള പ്രകാശം, തീക്ഷ്ണമായിട്ടുള്ള പ്രകാശം നമുക്ക് കാണാൻ പറ്റില്ല. പുളി കടിച്ചാലും മോഹം ഇങ്ങനെയാവും അല്ലേ. എന്തെങ്കിലും ശക്തമായിട്ടുള്ള ശബ്ദം വന്നാൽ നമ്മൾ ചെവി അടയ്ക്കും. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് രസം വേണമെന്നുണ്ടെങ്കിലും അതിനൊരു ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ശക്തമായിട്ട് സംസാരിക്കുമ്പം നമ്മുടെ വിചാരം അവരെ അങ്ങ് ബൈ ഫോഴ്സ് അനുസരിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്, എന്നാ വിചാരം. പക്ഷേ ഡബിൾ ലോക്ക് ഇട്ട് ഡോറ് പൂട്ടിയതിന് ശേഷം അകത്ത് കയറാനായിട്ട് ഒരാൾ കഷ്ടപ്പെടുന്നത് പോലെയാണ് കാര്യങ്ങൾ അവർ തലയിൽ കയറ്റാനായിട്ട്. ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദേഷ്യം വരുമ്പം നമ്മൾ ദേഷ്യപ്പെടുന്ന ആൾ അടുത്തുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഉറക്ക സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ദേഷ്യം ഒന്നുണ്ടായ ഓട്ടോമാറ്റിക്കായിട്ട് ശബ്ദം റേസ് ആകും, അല്ലെങ്കിൽ അവരെ ഒന്ന് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പലരും പല ഉത്തരം പറഞ്ഞു. ഗുരു പറഞ്ഞു, അല്ല, ദേഷ്യം വരുമ്പം സംബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് തമ്മിൽ വലിയ അകൽച്ച ഉണ്ടാവുകയാണ്. അപ്പോൾ ദൂരെയുള്ള വ്യക്തി കേൾക്കണമെങ്കിൽ ഉറക്ക പറയണ്ടേ. അതുകൊണ്ടാണ് താനേ ശബ്ദം അടുത്താണ് ആളെന്ന് കണ്ണോട് കണ്ടിട്ട് പോലും ശബ്ദം വലുതാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങൾ തമ്മിൽ നിൽക്കുന്നതെങ്കിലും ദൂരം കൂടുന്നല്ലേ. ഇപ്പൊ നമ്മള് സാഹിത്യ ഭാഷയിലൊക്കെ പറയുന്ന ഒരു വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴും രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കുന്ന പോലെ ഈ ഒരു ധ്രുവീകരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം മുമ്പൊന്നും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലം പോലും ഇത്രയും വലിയ ഒരു ധ്രുവീകരണം ഉണ്ട്. അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് ആവുന്നതിൻ്റെ ഒരു വലിയ സംസ്കാരം മനുഷ്യനിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് സംബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവുകയാണ് ദേഷ്യം വരുമ്പം. ഒരിക്കൽ ഒരു വളരെ വലിയ പ്രശസ്തനായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം റെഗുലർ ചെക്കപ്പിന് വേണ്ടിയിട്ട് രാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലേക്ക് റെഗുലറായിട്ട് പോകുമായിരുന്നു.
അദ്ദേഹം VIP ആയതുകൊണ്ട് നല്ല പരിഗണനയൊക്കെ കിട്ടുമായിരുന്നു. എല്ലാവരും ഉടനെ വരും, അറ്റൻഡ് ചെയ്യും, വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ ഇതൊരു വലിയ ആക്സിഡൻറ്റ് നടന്നിട്ട് ഒത്തിരി പേര് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പോയപ്പോൾ ആരും ഇദ്ദേഹത്തിനെ കുറച്ച് നേരത്തേക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് നേഴ്സുമാരും എല്ലാവരും ഇദ്ദേഹത്തെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ അറിഞ്ഞത് ഹാർട്ട് 2 കഷ്ണമായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു, 2ആയിട്ട് മാറി. അപ്പം ദേഷ്യം വരുമ്പം ഗീത പറയുന്നത് സമ്പൂർണ്ണ നാശം എന്ന് പറയുന്നത് എത്ര കറക്റ്റാണെന്ന് നോക്കി. ആ സ്റ്റെപ്പ് എല്ലാം ഈ ബെഞ്ചി പറഞ്ഞ സംഭവങ്ങളിൽ ഈ പറഞ്ഞ ആസക്തിയും അതിനുശേഷം ഉണ്ടാവുന്ന ആഗ്രഹവും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ആഗ്രഹിച്ച അറ്റൻഷൻ അല്ലേ, എന്നെ പരിഗണിക്കണം, ഇത് വലിയൊരു അസുഖമാണെന്ന് തോന്നുന്നു. എന്നെ പരിഗണിക്കണം, എന്നെ നോട്ടീസ് ചെയ്യണം, എന്നെ ശ്രദ്ധിക്കണം. അത് കിട്ടാതെ വരുമ്പോൾ എത്ര താഴ്ന്ന് പോകുന്നുണ്ടല്ലേ, നിരാശരായി പോകുന്നുണ്ട്. ഇവിടെ കുറച്ചൊന്ന് ഒരു ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? അപ്പം ശ്രീമദ് ഭഗവത്ഗീത തന്നെ നമ്മളോട് പറയുന്നത് മെഡിറ്റേഷൻ, ധ്യാനം, പരമാത്മാവിലേക്ക് നമ്മുടെ ശ്രദ്ധ. ബാക്കിയെല്ലാം നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയാണ്. അപ്പോൾ ശക്തി എങ്ങനെ കിട്ടും? പരമാത്മാവിൽ നിന്ന് മാത്രമേ ഊർജ്ജം ആർജിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ ഈ പ്രക്രിയയിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ സാധിക്കും. ക്രോധത്തിന് ശേഷം കാരണം ഉണ്ടാകുന്ന അവിവേകം, അപ്പോൾ ഉണ്ടാകുന്ന സ്മൃതിഭ്രംശം, നമ്മൾ തെറ്റായ ഓർമ്മ, നമ്മൾ പണ്ട് എന്താ ചെയ്തത്, എന്താ ചെയ്യാൻ പോകുന്നത്, വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മനുഷ്യന്റെ വിവേകമൊന്നും പിന്നെ പ്രവർത്തിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇൻസ്റ്റൻറ്റ് അപ്പോഴത്തെ കാര്യം മാത്രമേ ഓർമ്മയിലുള്ളൂ. അത് കാരണം ഉണ്ടാകുന്ന പിന്നെ ബുദ്ധിനാശം സമ്പൂർണ്ണ നാശമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്രയും നാശത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ പോയിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് ആർക്കും ഒരു വിശേഷമില്ലല്ലോ. അച്ഛൻ ആത്മഹത്യ ചെയ്തു, ആ വിരൽ പോയ കുട്ടിക്ക് വിരലും പോയി. ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണോ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ ഭാരം ആ കുട്ടിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നീട് വിട്ടിട്ട് പോയത് എന്താണ്? ദുഃഖമാണ്. തൻ്റെ മകന് നാശമാണ് പിന്നെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ നാശത്തിന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് പരമാത്മാവെന്ന് ധ്യാനിച്ചിട്ട് ഊർജ്ജം ആർജിക്കുക. അതാണ് ഏറ്റവും ഏകമാർഗവും പിന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗവും. വിഷയം തന്നെ പരമാത്മാവായി മാറണം. മറ്റ് ഈ കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം, എനിക്ക് തോന്നുന്നു പരമാത്മാവിനെ വിഷയമാക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് വേണ്ട കാരണം ഈ വസ്തുക്കളും വ്യക്തികളൊക്കെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തിക്ക് വേണ്ടിയാണല്ലോ. അത് പരമാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കും. എന്താണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം വേണമെങ്കിൽ നമുക്കൊരു കുളത്തിനോടോ കിണറിനോടോ ഒക്കെ ഉപമിക്കാം. പരമാത്മാ സാഗരാണ്. അവിടുന്ന് കിട്ടുന്നത് ആർക്കും തരാൻ സാധിക്കില്ല. ബാക്കി എല്ലായിടത്തും കിട്ടുന്നത് ആ ഒരു സ്രോതസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കും. ഇപ്പം ഇത്രയും സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഒരു വ്യക്തി സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഇപ്പോൾ ബെഞ്ചി പറഞ്ഞ 2 അനുഭവങ്ങൾ വളരെ അതൊരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണെന്ന് തോന്നുന്നു ലോകത്ത് മുഴുവൻ നടന്നത്. കാരണം ഈ ദേഷ്യത്തിൻ്റെയും ഒരു സെക്കൻഡ് കൊണ്ടുള്ള ഇത്തരം ഇമോഷണൽ വൈകാരിക പ്രശ്നങ്ങൾ, അതാണിപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ വിഷയങ്ങളിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയാണ് ഇതിന്നൊരു മാറ്റം ലഭിക്കുന്നത്? നമുക്കിപ്പോൾ ധ്യാനത്തിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ധ്യാനത്തിൻ്റെ പ്രക്രിയ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്, ഈശ്വര ധ്യാനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഇങ്ങനെ കത്തി നിൽക്കുന്ന ആ സമയത്താണ് പലപ്പോഴും നമുക്ക് സാധിക്കാത്തത്. അല്ല, ഒരു സെക്കൻഡ് ഇപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് പോവുകയാണെങ്കിലും പെട്ടെന്ന് എനിക്കിഷ്ടമില്ലാത്ത വ്യക്തിയെ കണ്ടു, ഒരു സെക്കൻഡ് കൊണ്ടാണത് മാറുന്നത്. ധ്യാനത്തിലൂടെ ആ പെട്ടെന്നുള്ള ആ ഒരു മാറ്റത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. ധ്യാനം നമുക്ക് നല്ല ക്ഷമ തരുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ശീതളമാക്കുന്നു, ശാന്തമാക്കുന്നു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. വേറൊരു സാധാരണ ആമയ്ക്ക് പോലും തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മളെപ്പോലെ വിവേകശക്തിയില്ല, നമ്മളെപ്പോലെ 6ാമത്തെ അറിവില്ല, ജ്ഞാനമില്ല. എന്നിട്ട് ആ ആമയ്ക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യന് എന്തുകൊണ്ട് പറ്റില്ല? നമ്മളുള്ള നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാണ്ടാണ്. നമ്മൾ പറയില്ലേ, സ്ലിപ്പ് ഓഫ് എ ടങ് എന്നൊക്കെ പറയും. വേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ അങ്ങ് അറിയാതെ സംഭവിച്ചു പോയി, കരുതിക്കുട്ടി ചെയ്തതല്ല, അങ്ങ് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയില്ലേ. അപ്പം ധ്യാനത്തിൻ്റെ അഭാവമാണത്. ധ്യാനം ചെയ്യുമ്പോൾ സ്വതസിദ്ധമായിട്ട് നമ്മൾ ആത്മാരാജാവാണ്, ഇന്ദ്രിയങ്ങൾ ആത്മാവിൻ്റെ പ്രജയാണ്.
രാജാവ് പറയുന്നത് അനുസരിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് പറ്റും, സാധിക്കും. പക്ഷേ ആത്മാ രാജാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കണം. ആത്മാവിന് ശക്തി വേണം. ആത്മാ ഇപ്പോൾ ദാസനായപ്പോൾ ഇന്ദ്രിയങ്ങളുടെ കണ്ണെവിടെ പോകണോ മനസ്സ് അങ്ങോട്ട് പോവാണ്, ബുദ്ധി അങ്ങോട്ട് പോവാണ്, കാലെവിടെ പോകണോ ശരീരം അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ശരീരം പോകുന്നിടത്തേക്കൊക്കെ മനസ്സും ബുദ്ധിയും വ്യാപരിക്കുകയാണ്. ആത്മാ രാജാവാകുമ്പം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ നിർത്തുമ്പം ഇതുപോലുള്ള ചഞ്ചലതയും ചപലതയും തെറ്റുകളും കുറ്റങ്ങളും നിന്ന് നമുക്ക് മുക്തമാകാൻ പറ്റും. അപ്പോൾ ആത്മാവിൽ നിന്നുള്ള ഈ ശക്തി, അതായത് ആത്മാവിൽ ഒരുപാട് ശക്തിയുണ്ടെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടെ അടിപതറി പോവാതിരിക്കാൻ ആത്മസ്മൃതി വേണം. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ കൊണ്ടുവരണമല്ലേ? കാരണം ആ സമയത്ത് അത് ഓർമ്മ വരണമെങ്കിൽ നിരന്തരമായിട്ടുള്ള അതിൻ്റെ അഭ്യാസം വേണ്ടി വരും തോന്നുന്നു. അതിന് നമുക്കൊരു ക്ലിപ്ത സമയം നിശ്ചയിച്ച് അത് ചെയ്യണോ? അതെങ്ങനെ നമുക്കത് ഒരു പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും? ധ്യാനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതിരാവിലത്തെ സമയമാണ്. ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയും. രാവിലെ 3-നും 5-നും ഇടയ്ക്കുള്ള സമയം ഏറ്റവും നല്ലതാണ്. ഇനി അങ്ങനെ എണീക്കാൻ പറ്റാത്തവർക്ക് രാവിലെ ഉണർന്ന ഉടനെ കുറച്ച് നേരം ഈശ്വരൻ്റെ ഓർമ്മയിലിരിക്കാം. രാവിലത്തെ സമയത്തിന് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല ഭക്തന്മാർ നോക്കി അത് രാവിലെയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കാനിരിക്കുക. നമ്മുടെ ദിവസം ദൈവത്തിൻ്റെ ഓർമ്മയിൽ കൂടെ ആരംഭിച്ചാൽ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയും. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഈശ്വരനെ ഓർമ്മിക്കുക എന്നതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയില്ല, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. പിന്നെ രാത്രി ഉറങ്ങണതിന് മുമ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ സ്മൃതിയിൽ ഉറങ്ങാം. സന്ധ്യാസമയം നല്ലതാണ്. ഈശ്വരനെ ഓർമ്മിക്കാൻ നമുക്കങ്ങനെ മുഹൂർത്തമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ഓർമ്മിക്കാം. അതുകൊണ്ട് സമയം എപ്പോൾ കിട്ടുന്നോ അപ്പോഴൊക്കെ നമുക്ക് കുറച്ച് നേരം നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഏകാഗ്രമാക്കാം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം, വൈകാരികമായ സമതുലനം, അല്ലെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ, ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന സർവനാശം, അത് വലിയൊരു വെളിച്ചം വീശലാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരായി മാറി ജീവിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ഒരു മനുഷ്യൻ സർവനാശത്തിലേക്ക് പോകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല, അതിലേക്ക് അനേകം പടവുകളുണ്ട്. എങ്ങനെയാണോ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് പടവുകളുള്ളത്, അതുപോലെ തന്നെ അധപതനവും പടിപടിയായാണ് സംഭവിക്കുന്നത്. അവിടെ ഒരല്പം ശ്രദ്ധ കൊടുത്താൽ പൂർണ്ണനാശത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. നമ്മുടെ അവസ്ഥ എവിടെയാണെന്ന് ഇന്നത്തെ ഈ ചർച്ചയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാം. നമ്മൾ പല വിഷയങ്ങൾ കാണുന്നു, അതിലേക്ക് എത്ര ആഗ്രഹം നമുക്ക് വരുന്നു, അത് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര പാടുപെടുന്നു, അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ദേഷ്യത്തിൻ്റെ അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ അളവ് എത്രയാണ്, ഇതെല്ലാം നാം വിശകലനം ചെയ്തേ മതിയാവൂ. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് ആ ദേഷ്യത്തിൽ നിന്ന്, ആ ക്രോധത്തിൽ നിന്ന് സ്മൃതിനാശവും ബുദ്ധിനാശവും മനുഷ്യൻ്റെ സർവനാശവും ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ നിയന്ത്രിച്ചേ സാധിക്കൂ. നമ്മളെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു ജീവിത പദ്ധതിയിലേക്ക് പ്രവേശിക്കാം. ഭഗവാനും ഗീതയിൽ കൂടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം.